നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2026 ഏപ്രിൽ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ 25 ചോദ്യവും ഉത്തരവുമാണ് പഠിക്കുന്നത്. ബാക്കി കറണ്ട് അഫയേഴ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. സോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഇന്ത്യയിൽ ഒരു ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വിലയായ 167.2 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ ചിത്രം ഏതാണ്? ഇന്ത്യയിലെ ഒരു ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വിലയായ 167.2 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ ചിത്രം ഏതാണ്? യശോദയും കൃഷ്ണനും. ആരാണ് ആ ചിത്രം വരച്ചത്? രാജാ രവിവർമ്മ 1890 വരച്ച യശോദയും കൃഷ്ണനും എന്ന ചിത്രത്തിനാണ് 167.2 കോടി രൂപ ലേലത്തിൽ വിറ്റുപോയത്. രണ്ടാമത്തെ ചോദ്യം. അടുത്തിടെ വ്യാഴത്തിനും ശനിക്കും പുതിയ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയതിനു ശേഷം സൗരയൂഥത്തിലെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 442 ഉപഗ്രഹങ്ങളാണ് ഇപ്പോൾ സൗരയൂഥത്തിൽ ആകെ ഉള്ളത്. വ്യാഴത്തിന് 4 പുതിയ ഉപഗ്രഹങ്ങളും ശനിക്ക് 11 പുതിയ ഉപഗ്രഹങ്ങളുമാണ് കണ്ടെത്തിയത് കേട്ടോ. വ്യാഴത്തിന് 4 പുതിയതും ശനിക്ക് 11 പുതിയ ഉപഗ്രഹങ്ങളും കണ്ടെത്തിയതോടെ നമ്മളുടെ സൗരയൂഥത്തില് ഇപ്പോൾ നിലവിൽ ഉപഗ്രഹങ്ങളുടെ എണ്ണം 442 ആയിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം. ഇന്ത്യൻ കരസേനയുടെ ദക്ഷിണ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത്? ഇന്ത്യൻ കരസേനയുടെ ദക്ഷിണ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ സന്ദീപ് ജെയിൻ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ലഫ്റ്റനന്റ് ജനറൽ സന്ദീപ് ജെയിൻ ആണ് ഇന്ത്യൻ കരസേനയുടെ ദക്ഷിണ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത്. അടുത്ത ചോദ്യം. 2025-26 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിൽ ദിന സൃഷ്ടിയിലും ചെലവിലും ഒന്നാമതെത്തിയ ജില്ല? 2025-26 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിൽ ദിന സൃഷ്ടിയിലും ചിലവിലും ഒന്നാമതെത്തിയ ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. രണ്ടാമത്തെ ജില്ല ഏതാണ്? കോഴിക്കോട്. അഞ്ചാമത്തെ ചോദ്യം. ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ ശ്രീലങ്ക മിത്ര വിഭൂഷൺ പുരസ്കാരം നേടിയത്? ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ ശ്രീലങ്ക മിത്ര വിഭൂഷൺ പുരസ്കാരം നേടിയത് ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കാണ്. ശ്രീലങ്കൻ പ്രസിഡന്റായ അനുരാ കുമാര ദിസനായകയാണ് ഈ ഒരു പുരസ്കാരം നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് നൽകിയത്. അടുത്ത ചോദ്യം. കുടുംബശ്രീ മിഷൻ പുറത്തിറക്കുന്ന കുട്ടനാടൻ താറാവിറച്ചിയുടെ ബ്രാൻഡ് നെയിം? കുടുംബശ്രീ മിഷൻ പുറത്തിറക്കുന്ന കുട്ടനാടൻ താറാവിറച്ചിയുടെ ബ്രാൻഡ് നെയിം എന്താണ്? ചീരു എന്നാണ് ആ ഒരു ബ്രാൻഡിന് അവർ പേര് കൊടുത്തിട്ടുള്ളത്. കുട്ടനാടൻ താറാവിറച്ചിയുടെ ബ്രാൻഡ് നെയിം എന്താണ്? ചീരു. അടുത്ത ചോദ്യം. സ്കൂളുകളിൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം 10 മിനിറ്റ് നിർബന്ധിത പത്രവായന നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? സ്കൂളുകളിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം 10 മിനിറ്റ് നിർബന്ധിത പത്രവായന നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം കർണാടകയാണ്. കർണാടകയിലാണ് പത്രവാർത്തന നിർബന്ധമാക്കിയത്. എട്ടാമത്തെ കറണ്ട് അഫെയർ ആണ്. IPL ഒന്നിലധികം സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം? IPL ഒന്നിലധികം സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം ആരാണ്? വൈഭവ് സൂര്യവംശി. അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. തകഴി മെമ്മോറിയൽ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരത്തിന് അർഹനായ മുൻ ഗോവ ഗവർണർ? തകഴി മെമ്മോറിയൽ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരത്തിന് അർഹനായ മുൻ ഗോവ ഗവർണർ ആരാണ്? ഉത്തരം PS ശ്രീധരൻപിള്ള. PS ശ്രീധരൻപിള്ളയ്ക്കാണ് തകഴി മെമ്മോറിയൽ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം ലഭിച്ചത്. 10ാമത്തെ ചോദ്യം. കേരളത്തിൽ കടുത്ത വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പ്രധാന കരുതൽ നടപടി അറിയപ്പെടുന്നത്? കേരളത്തിലെ കടുത്ത വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പ്രധാന കരുതൽ നടപടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സെൽഫ് ലോക്ക്ഡൌൺ എന്നാണല്ലോ അറിയപ്പെടുന്നത്. അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. 2026 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹത നേടിയത്? 2026 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹത നേടിയതാണ് R രാജശ്രീ. R രാജശ്രീക്കാണ് 2026 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. 12ാമത്തെ ചോദ്യം. തൃശ്ശൂര് മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനം അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷൻ? തൃശ്ശൂര് മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനം അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷന്റെ പേരെന്താണ്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെയാണ്
തൃശൂര് മുണ്ടത്തിക്കോട് പറക്കൻ നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനം അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ചത്? 13ാമത്തെ ചോദ്യം, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദേശീയ പ്രാധാന്യമുള്ള ജിയോ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച യാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദേശീയ പ്രാധാന്യമുള്ള ജിയോ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച യാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. 14ാമത്തെ ചോദ്യം, നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഹൃദ്യമല്ലേ, ഹൃദ്യമാണ് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി. പ്രായം എത്രയാണ്? നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു പദ്ധതിയിൽ നിന്ന് സഹായം ലഭിക്കുന്നത്. 15ാമത്തെ ചോദ്യം, കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി പ്രഖ്യാപനം നടത്തിയതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2026 ഏപ്രിൽ 18 ആഘോഷിച്ചത്? കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടി ആദ്യ സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2026 ഏപ്രിൽ 18 ആഘോഷിച്ചത്? 35ാമത് വാർഷികമാണ്. 16ാമത്തെ ചോദ്യം, ഏറ്റവും പുതിയ IMF സാമ്പത്തിക റിപ്പോർട്ട് പ്രകാരം 2025 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഗോളതലത്തിൽ എത്രാം സ്ഥാനമാണ്? ഏറ്റവും പുതിയ IMF സാമ്പത്തിക റിപ്പോർട്ട് പ്രകാരം 2025 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഗോളതലത്തിൽ എത്രാം സ്ഥാനമാണ്? 6ാം സ്ഥാനമാണ്. 17ാമത്തെ ചോദ്യം, 2026 മിസ് ഇന്ത്യ കിരീടം നേടിയത് 2026 മിസ് ഇന്ത്യ കിരീടം നേടിയത് ആരാണ്? സ്വാതി സതീഷ് സെയിൽ. സ്വാതി സതീഷ് സെയിലാണ് 2026 മിസ് ഇന്ത്യ കിരീടം നേടിയത്. വേദി എവിടെയായിരുന്നു? ഭുവനേശ്വറിലായിരുന്നു വേദി. ഓക്കെ, ഈ സ്വാതി സതീഷ് സെയിൽ എന്ന് പറയുന്നത് ഗോവയിൽ നിന്നുള്ള വ്യക്തിയാണ്. അപ്പൊ 2026 മിസ് ഇന്ത്യ കിരീടം നേടിയതാരാണ്? സ്വാതി സതീഷ് സെയിൽ. 18ാമത്തെ ചോദ്യം, സൈക്കിളിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയായി മാറിയത്? സൈക്കിളിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ദിവ്യ സിംഗ്. ഉത്തർപ്രദേശുകാരിയാണ് ഇവര്. അപ്പൊ ഇവര് ഉത്തർപ്രദേശുകാരിയാണ്. സൈക്കിളിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായി 3ാം തവണയും ചുമതലയേൽക്കുന്നത്? രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായി 3ാം തവണയും ചുമതലയേൽക്കുന്നത് ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ്. ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ് ആണ് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായി 3ാം തവണയും ചുമതലയേൽക്കുന്നത്. കേന്ദ്ര സർക്കാർ ആഗോള സമുദ്ര വ്യാപാര മേഖലയിലെ തന്ത്രപ്രധാന മാരിടൈം ഹബ്ബാക്കാൻ ഒരുക്കുന്ന തുറമുഖം? കേന്ദ്ര സർക്കാർ ആഗോള സമുദ്ര വ്യാപാര മേഖലയിലെ തന്ത്രപ്രധാന മാരിടൈം ഹബ്ബാക്കാൻ ഒരുക്കുന്ന തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖം. 21ാമത്തെ ചോദ്യം, ദേശീയപാതയോരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച പദ്ധതി? ദേശീയപാതയോരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ആരോഗ്യവാൻ പദ്ധതി അല്ലെ. ആരോഗ്യവാൻ പദ്ധതിയാണ് ദേശീയപാതയോരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച പദ്ധതി. അടുത്തത്, വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ കേരള സർക്കാർ ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന വാക്സിനേഷൻ പരിപാടി. വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ കേരള സർക്കാർ ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന വാക്സിനേഷൻ പരിപാടിയുടെ പേരെന്താണ്? ന്യൂമോകോക്കൽ വാക്സിനേഷൻ. ന്യൂമോകോക്കൽ വാക്സിനേഷൻ എന്തിനാണ്? വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ കേരള സർക്കാർ ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന വാക്സിനേഷൻ പരിപാടിയാണ് ന്യൂമോകോക്കൽ വാക്സിനേഷൻ. അടുത്തത് 23ാമത്തെ ചോദ്യമാണ്, ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2026 ഏപ്രിൽ 14 ആഘോഷിച്ചത്? ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ എത്രാമത് ജന്മവാർഷികമാണ് 2026 ഏപ്രിൽ 14 ആഘോഷിച്ചത്? എത്രാമത്തെയാണ്? 136ാമത് ജന്മവാർഷികമാണ് 2026 ഏപ്രിൽ 14 ആഘോഷിച്ചത്. 24ാമത്തെ ചോദ്യം, വടക്കൻ സിക്കിമിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കാനായി ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനം? വടക്കൻ സിക്കിമിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കാനായി ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഹിംസേതു. ഓപ്പറേഷൻ ഹിംസേതു എന്തിനായിരുന്നു?
വടക്കൻ സിക്കിമിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഹിം സേതു. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമാണ്. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള മലയാളി താരമായത്, ഇൻസ്റ്റഗ്രാമിലെ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള മലയാളി താരമായത് ആരാണ്? സഞ്ജു സാംസൺ അല്ലെ. സഞ്ജു സാംസൺ ആണ് ഇൻസ്റ്റഗ്രാമിൽ നിലവിൽ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള മലയാളി താരം. അപ്പൊ ഇത്രയും 25 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ബാക്കി കറണ്ട് അഫയേഴ്സ് നമ്മൾ അടുത്ത ദിവസം പഠിക്കുന്നതാണ്. നമ്മളങ്ങനെ 25 നമ്മൾ നേരത്തെ 10 ചോദ്യങ്ങൾ വെച്ച് പഠിച്ചിരുന്നില്ല, അതിന് പകരം കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂട്ടിയിട്ട് വീണ്ടും ആ ഒരു സീരീസ് പോലെ തുടങ്ങിയതാണ്. നമ്മൾ ഇതുപോലെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് അതിന്റെ മോക്ക് ടെസ്റ്റ് കൂടി അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമുക്ക് അടുത്ത ദിവസം വീണ്ടും 25 കറണ്ട് അഫയേഴ്സ് ആയിട്ട് കാണാം.